അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു വമഗ്ഫിറതുഹു വജന്നതുഹു. എല്ലാവർക്കും കൂടുതൽ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഉള്ള ദിവസങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്നു. ഇന്ന് എനിക്ക് നിങ്ങളോട് കുറച്ചധികം സംസാരിക്കാനുണ്ട്. കാരണം ഇതൊരു വലിയ വിഷയമാണ്. കണ്ണേറ് കൂടോത്രം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണല്ലേ. എന്നാൽ ആരാണ് നമ്മളിങ്ങനെ പേടിക്കാൻ പഠിപ്പിച്ചത്? ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. ഞാൻ എൻ്റെ കുറച്ച് കഥകൾ ഇവിടെ പറയാം. ഞാൻ വളരെയധികം ദരിദ്ര കുടുംബത്തിലായിരുന്നു ജനിച്ചു വളർന്നത്. ജീവിതത്തിൽ മോശമായി എന്ത് സംഭവിച്ചാലും അത് കണ്ണേറാണ്, അല്ലെങ്കിൽ ആരോ എന്തോ ചെയ്തതാണ് എന്നാണ് കേട്ട് വളർന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളോടും ഭയങ്കര പേടിയായിരുന്നു. കുഞ്ഞുങ്ങളൊന്ന് വീണാൽ അല്ലെങ്കിൽ ഒന്ന് പനിച്ചാൽ എല്ലാം അങ്ങനെ ഒരു കണ്ണേറാണ്, അങ്ങനെ ആയിരുന്നു വിശ്വസിച്ചിരുന്നത്. അങ്ങനെ എപ്പോഴും ജീവിതത്തിൽ പരാതിയും പരിഭവവും ഒക്കെയായി നീങ്ങുകയായിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് കൊണ്ട് മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുകയല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് മാത്രം. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഓരോ ഉസ്താദന്മാരുടെ അടുത്ത് പോവുക, മന്ത്രിക്കുക, ഉറുക്ക് കിട്ടുക, ഇതൊക്കെ തന്നെ ആയിരുന്നു പണി. ഇങ്ങനെ പോകുമ്പോഴും ശക്തമായി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, റബ്ബേ ഈ പോക്കൊന്ന് അവസാനിപ്പിച്ച് തരണേ അല്ലാ. അതുപോലെ ആഴ്ചയിലായിരുന്നു ഹോസ്പിറ്റലിൽ. ഒന്നുകിൽ എനിക്ക് എന്തെങ്കിലും രോഗം ഉണ്ടാവുക, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഉണ്ടാവുക, അല്ലെങ്കിൽ മക്കൾക്ക് ഉണ്ടാവുക. ഇത് തന്നെയായിരുന്നു ചിന്തയും അസ്വസ്ഥതകളൊക്കെ ആയിരുന്നു ആ സമയത്ത്. സത്യത്തിൽ അൽഹംദുലില്ലാ മാഷാ അല്ലാ, ഇപ്പോൾ ഒരു വർഷത്തോളമായി, ഒന്നര വർഷത്തോളമായി ഒരു ഉസ്താദന്മാരുടെ അടുത്ത് പോവാത്ത. അൽഹംദുലില്ലാ മാഷാ അല്ലാ. അതിൻ്റെ ആവശ്യമില്ല എന്നെനിക്ക് മനസ്സിലാക്കി തന്നത് ഒരു ഉസ്താദായിരുന്നു. അദ്ദേഹം ഒരു സൈക്കോളജി പഠിച്ച ആളായിരുന്നു. എന്നോട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, നീയാണ് നിൻ്റെ പ്രശ്നത്തിൻ്റെ എല്ലാ ജീവിതത്തിൽ എന്ത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നീയാണ് അതിന് കാരണം. പക്ഷേ അദ്ദേഹം എനിക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ആ ഒരു മാനസികാവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ തന്നെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക, നീയാണ് നിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദി. അന്ന് മുതൽ ഞാൻ അന്വേഷണം തുടങ്ങി. അങ്ങനെ ഞാൻ അവിടെ എത്തി. അൽഹംദുലില്ലാ മാഷാ അല്ലാ. എൻ്റെ ആ ഒരു ചിന്തയുടെ ആ ഒരു അസ്വസ്ഥതകൾ EFT എന്ന് പറയുന്ന ആ ഒരു കോഴ്സിലൂടെ എനിക്ക് മാറാൻ ഒരുപാട് സഹായിച്ചു. അൽഹംദുലില്ലാ. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ, ഒരു ടൂളാണ്. അപ്പോൾ കഴിയുമെങ്കിൽ എല്ലാവരും അത് പഠിക്കുക കേട്ടോ, ഇൻഷാ അല്ലാ. അത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആ ഗ്രൂപ്പിൻ്റെ ഫീസ് ഉണ്ട് കേട്ടോ. ഫീസ് കൊടുത്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഉപകാരം ഉണ്ടാവൂ. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കാണ്ട് നമുക്ക് എന്ത് കിട്ടിയാലും അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർ അതിൽ ജോയിൻ ആവാം. ഓക്കെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ കണ്ണേറ് സത്യമാണ് എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. പക്ഷേ നിങ്ങൾ അതിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നത്തിനും എവിടെയാണോ പ്രശ്നമുള്ളത് അവിടെ തന്നെയാണ് പരിഹാരം എന്നതും മനസ്സിലാക്കുക. കണ്ണേറ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ചിന്തയാണ്. ആ ചിന്തയാണ് നമ്മൾ ശരിയാക്കേണ്ടത്. കണ്ണേറിനെ വലുതാക്കി കാണാതെ അതിൻ്റെ പരിഹാരത്തെ വലുതായി കാണുക. നമുക്ക് ഇസ്മായിൽ നബിയുടെ കാലിട്ടടിച്ചപ്പോഴാണ് സംസം വെള്ളം വന്നതെന്ന് നമ്മൾ കാണാതെ തന്നെ വിശ്വസിക്കുന്നത് പോലെ ഒരുപാട് രഹസ്യങ്ങൾ ഇനിയും മനസ്സിലാക്കാനും വിശ്വസിക്കാനുമുണ്ട്. നമ്മുടെ ഈ ലോകത്ത് ഏതൊരു വിഷയം എടുത്താലും അതിനെക്കുറിച്ച് പഠിച്ചാൽ ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് നമ്മുടെ ഈ മനുഷ്യ ശരീരത്തെ തന്നെ എടുക്കാം. ഇന്നും മനുഷ്യ ശരീരത്തിനെ പറ്റി ശാസ്ത്രലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെയും കുറേ ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ ഈ ഭൂമി, പിന്നെ ബഹിരാകാശം, കടൽ, പുഴ, കാറ്റ്, സൂര്യൻ, അങ്ങനെ എല്ലാം ഇന്നും ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനും ഒരു ഫുൾ സ്റ്റോപ്പ് എവിടെ ഇടാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. സത്യത്തിൽ നമ്മുടെ ഈ ലോകത്ത് എല്ലാം എനർജിയാണ്. പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, ഇങ്ങനെ 2 തരം എനർജി മാത്രം നമുക്ക് ഇപ്പോൾ പറയാം. കണ്ണേറ് എന്നത് ഒരു നെഗറ്റീവ് എനർജിയാണ്.
നമുക്ക് ശാസ്ത്രത്തിൻ്റെ പുറകെ പോവേണ്ടതില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് പോവാം. ഞാൻ ഇതിനു മുമ്പൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, നന്ദിവാചകം എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പിലുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ. അതൊരു വലിയ പോസിറ്റീവ് എനർജിയാണ് നമുക്ക് നൽകുക. ഇനി അടുത്തതാണ് വിഷ്വലൈസേഷൻ. ഇതൊരു വലിയ അത്ഭുതമാണ്. ഈ ലോകത്ത് എന്ത് സംഭവവും സാധനവും 2 തവണ ഉണ്ടാവുന്നുണ്ട്. ആദ്യം നടക്കുന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സിലാണ്. ഞാനീ പറയുന്ന കാര്യങ്ങൾ ആദ്യം എൻ്റെ മനസ്സിലാണ് ഉണ്ടായത്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലായിരുന്നു തുടങ്ങിയത്. ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ഞാൻ ആദ്യമേ എൻ്റെ മനസ്സിൽ ജീവിച്ചിരുന്നു. അതുപോലെ തന്നെ ലോകത്തിൻ്റെ അത്ഭുതമായ ബുർജ് ഖലീഫ. ബുർജ് ഖലീഫ ആദ്യം ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള ഒരു രൂപമായിരുന്നു. പിന്നീട് അതൊരു യാഥാർത്ഥ്യത്തിലുള്ള ഒരു സൃഷ്ടിയായി മാറി. എന്നിട്ടും വിഷ്വലൈസേഷൻ എന്നത് അറിയാത്തവർക്കൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഒന്ന് കണ്ണുകൾ അടക്കുക. അതിനുശേഷം ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ മനസ്സിൽ ഒന്ന് കാണുക. നിങ്ങൾ തന്നെ സ്വയം കണ്ടു നോക്കുക. ഒരു പച്ചമാങ്ങ കഴുകി മുറിച്ച് അതിൽ ഉപ്പും മുളക് പൊടിയും കുഴച്ച് തിന്നുമ്പോൾ ഉള്ള ആ ഒരു പുളിരസം ചിന്തിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും, ഇല്ലേ? ഇതുപോലെ നമുക്ക് വേണ്ടതിനെ ചിന്തിച്ച് അത് കിട്ടിയ സന്തോഷം മനഃപൂർവ്വം കൊണ്ടുവരിക. അപ്പോൾ വിഷ്വലൈസേഷൻ എന്നാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വിഷ്വലൈസേഷൻ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് വേണമെന്ന് നമ്മൾ നിരന്തരം ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മണിക്കൂറിൽ 39,000 മുതൽ 60,000 വരെ ചിന്തകളാണ് ഉണ്ടാവുന്നത്. ഈ ചിന്തകളിൽ 80% നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കാനും പോകുന്നത്. ഞാൻ ഉസ്താദുമാരുടെ അടുത്ത് പോവാതെ എങ്ങനെ ജീവിക്കാമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അവിടെ എത്തി അൽഹംദുലില്ലാ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അപ്പോൾ കണ്ണേറില്ലേ എന്നല്ലേ? അതോ നമ്മുടെ വിഷയം മാറി വേറെ എവിടെയോ എത്തിയോ? അല്ല, ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മാത്രമേ നിങ്ങൾക്ക് കണ്ണേറിനെ ഭയപ്പെടാതെ ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് പറയുന്ന കാര്യങ്ങൾ നന്നായി നിങ്ങൾ ഉള്ളിലേക്ക് മനസ്സിലാക്കിയെടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളെ കുറ്റപ്പെടുത്തുകയോ കുറവുകൾ കണ്ടുപിടിക്കുകയോ ശ്രമിക്കാൻ നിങ്ങൾ ഇരുന്നാൽ പിന്നെ നിങ്ങൾക്ക് അത് മാത്രമേ മനസ്സിലാവൂ. കുറവുകൾ മാത്രമേ ഇതിൽ നിന്ന് മനസ്സിലാവൂ. നിങ്ങൾക്ക് കണ്ണേറിനെ ഭയപ്പെടാതെ ജീവിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. ഒരിക്കൽ കേട്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി കേൾക്കുക. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു തരത്തിൽ ഒരു ആത്മവിശ്വാസം കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കണ്ണേറ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, കണ്ണേറുണ്ട്, അത് സത്യം തന്നെയാണ്. ഓക്കെ. അപ്പോൾ എല്ലാം ഒരു എനർജിയാണ്. ഈ ലോകത്ത് നമ്മൾ കാണുന്നതും ചിന്തിക്കുന്നതും കേൾക്കുന്നതും പറയുന്ന വാക്കുകളും പ്രപഞ്ചത്തിലെ സൂര്യൻ, വെള്ളം, മണ്ണ്, കാറ്റ്, മരം എല്ലാം എനർജിയാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഫോൺ, അതിലുള്ള ഓരോ ആപ്പുകളെല്ലാം എനർജിയാണ്. റേഞ്ച് ഇല്ലാത്തടത്ത് നിന്ന് വിളിച്ചാൽ ആർക്കെങ്കിലും ഫോൺ കൊണ്ട് ഉപകാരമുണ്ടാവോ? ഇല്ല. അതുപോലെ ഓരോ എനർജിക്കും ഒരു റേഞ്ച് ഫ്രീക്വൻസി ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെങ്കിലും ഫ്രീക്വൻസി ലെവൽ കണക്റ്റ് ആവുന്നത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് കണ്ണേറും കൂടോത്രവും ഒക്കെ. ഇതിനെ പേടിച്ച് ചുരുണ്ടുകൂടി ഉറങ്ങിയാൽ ഈ ലോകത്ത് ആരും എവിടെയും എത്താൻ പോകുന്നില്ല. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മളെ ബുദ്ധിമുട്ടുകൾ കൂടിക്കൊണ്ടേയിരിക്കും. നമുക്കെല്ലാവർക്കും അറിയുന്ന സമ്പന്നരായ കുറച്ച് ആൾ, മുകേഷ് അംബാനി, MA യൂസുഫ് അലി, അവർക്കൊക്കെ കണ്ണൂർ കൊള്ളുന്നില്ലേ? അവർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലേ? പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് അവർ ഫ്ലെക്സ് അല്ലെങ്കിൽ നോട്ടീസ് അടിച്ച് ജനങ്ങളെ അറിയിക്കുന്നുമുണ്ട്. അവർ അവരുടെ വിജയം മാത്രമാണ് ചിന്തിക്കുന്നത്. അവർക്കെന്താ കണ്ണേർ കേൾക്കുന്നില്ലേ? അതെ, അവരുടെയും ജീവിതത്തിൽ വിജയിച്ചവരുടെയും ചിന്തകൾ വേറെ ലെവലാണ്.
അവരുടെ ചിന്തകളുമായി കണക്റ്റ് ആവുന്ന സംഭവങ്ങൾ ആണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ ഫ്രീക്വൻസിയെക്കുറിച്ച്. ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓരോ വാക്കിനും മലക്കുകൾ ആമീൻ പറയുന്നുണ്ട് എന്ന്. അതും സത്യമാണ്. അവിടെയും ആ ഒരു ഫ്രീക്വൻസി എനർജി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ വായ കൊണ്ട് എന്താണോ പറയുന്നത് അതാണ് നമ്മുടെ ബോധ മനസ്സും ഉപബോധ മനസ്സും സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ പേടിയാണ് എന്ന് പറയുന്നതനുസരിച്ച് പേടിയുടെ അളവ് കൂടാനുള്ള കാരണങ്ങളും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെയാണ് അത്യാവശ്യമായ ഒരു സംഭവം ഞാൻ പറയാൻ പോകുന്നത്, അഫർമേഷൻ. പലർക്കും അറിയുന്നതായിരിക്കും ഇത്, എന്നാൽ അത്ര വില കൊടുക്കാത്തതും വിശ്വസിക്കാത്തതുമാണ്. എന്നാൽ അഫർമേഷൻ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എന്താണ് വായ കൊണ്ട് പറയുന്നത് അതാണ് ബോധമനസ്സും ഉപബോധ മനസ്സും സ്വീകരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ഫ്രീക്വൻസി ഉള്ളവയാണ് ആകർഷിക്കുന്നതും ജീവിതത്തിൽ സംഭവിക്കുന്നതും എന്ന്. നിങ്ങളിപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ തുടങ്ങിയ ആളാണെങ്കിൽ നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ജീവിതവും ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്വപ്നം കാണാൻ തുടങ്ങുക. വേഗത്തിൽ കിട്ടണം എന്ന് വാശിയൊന്നും വേണ്ട കേട്ടോ. മറിച്ച് വേഗം കിട്ടുമെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ പ്രപഞ്ചനാഥനിൽ വിശ്വസിക്കുക. ഇനി കുറച്ച് ലേറ്റ് ആയാലും അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുമെന്ന് നിങ്ങൾ നന്നായി വിശ്വസിക്കുക. ഇനി കുറച്ച് അഫർമേഷനുകൾ പറഞ്ഞു തരാം. അഫർമേഷനിലേക്ക് കിടക്കാം. നിങ്ങളിപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് കിട്ടിയതിന് നന്ദി എന്ന് പറയുക. ഞാൻ എൻ്റെ വീടാവുന്നതിന് മുമ്പേ എനിക്ക് നല്ല വീട് തന്നതിന് റബ്ബേ നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലുള്ള ഓരോ സാധന സാമഗ്രികളും കിട്ടിയതിനും സന്തോഷത്തോടെ ജീവിക്കുന്നതിനും നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്ദിയുടെ സ്ഥാനത്ത് അൽഹംദുലില്ലാ എന്ന് പറയുന്നത് ഉത്തമം. ഇനി നിങ്ങൾ ഭാര്യ വേറെ ഭർത്താവ് വേറെ ഗൾഫിലും നാട്ടിലുമായി അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഭർത്താവിൻ്റെ കൂടെ ഗൾഫിൽ ജീവിക്കാൻ അതിയായ ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ പറയേണ്ടത്, ഞാനും എൻ്റെ ഭർത്താവും സന്തോഷത്തോടെ ഗൾഫിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി, അൽഹംദുലില്ലാ, താങ്ക് യു. അതുപോലെ രോഗമുള്ള ആൾക്കാർ പറയേണ്ടത്, എനിക്ക് ഈ രോഗം കൊണ്ട് ഞാൻ വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ആ പ്രയാസത്തെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളതിനെ സത്യമാണെന്ന് പറയുക. അല്ലാതെ എനിക്കൊരു രോഗവും ഇല്ല എന്ന് പറയുന്നതിലല്ല കാര്യമുള്ളത്. എനിക്ക് ഈ രോഗമുണ്ട്, എനിക്ക് ഇന്ന പ്രയാസങ്ങൾ കൊണ്ട് ഞാൻ വളരെയധികം പ്രയാസം അനുഭവിക്കുന്നുണ്ട്, എങ്കിലും ഞാൻ എന്നോട് ക്ഷമിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ വിശ്വസിക്കുന്നു, ഞാൻ എപ്പോഴും ആരോഗ്യവാനായി ജീവിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി, അൽഹംദുലില്ലാ എന്നത് ഈ ഒരു സെൻറ്റൻസ് എത്ര കൂടുതൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നോ അത്രത്തോളം രോഗാവസ്ഥ മാറി ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. ഇനി വേറൊരു കാര്യം പറയാം. ഉദാഹരണമല്ല, വേറൊരു ഘട്ടത്തിലേക്ക് എത്തിയട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഓരോരോ കാര്യങ്ങളും ചുരുക്കിയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒത്തിണങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റൂട്ടോ. ഇനി ഈ നമ്മുടെ സമൂഹത്തിൽ തടി കൂടുതലുള്ള ആൾ, മെലിഞ്ഞ ആൾ, അതുപോലെ കറുത്ത ആൾ, ഈ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുക. അങ്ങനെ അവർക്ക് പ്രയാസം ആ ഒരു സംഭവം കൊണ്ട് ഇല്ല എങ്കിലും സമൂഹം അതിനെ ഒരു പ്രയാസമാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ അവരെ നല്ല രീതിയിൽ സ്വന്തത്തെ വെറുക്കുന്നവരായിരിക്കും. അവരെ തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഇഷ്ടമല്ല അവരെ. ഇവിടെയാണ് ഞാൻ നിങ്ങൾ സെൽഫ് ലവ്, സ്വന്തത്തെ ഇഷ്ടപ്പെടുക എന്നത് പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്വന്തത്തെ ഇഷ്ടമില്ലാത്തവരെ ആരും ഇഷ്ടപ്പെടില്ല കേട്ടോ. അവർക്ക് എപ്പോഴും സങ്കടങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. സർവശക്തൻ നമുക്ക് നൽകിയ എന്ത് രൂപം ആയിക്കോട്ടെ, എല്ലാ കഴിവും തന്നിട്ടാണ് നമ്മളെ ഈ ഭൂമിയിൽ അയച്ചിട്ടുള്ളത്. മറ്റുള്ള ജീവികളെ അപേക്ഷിച്ച് നല്ലൊരു കഴിവാണ് ചിന്തിക്കാനുള്ള കഴിവ്. നല്ലതും മോശവുമായ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ്, അത് നമുക്കെല്ലാവർക്കും മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കിയിട്ട് സർവശക്തനായി തന്നതാണ്. നമ്മുടെ സബ്ജക്റ്റ് മാറിയിട്ടില്ല കേട്ടോ. കണ്ണർ എന്ന വിഷയം മാറിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിലേക്ക് നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിലേക്ക് എത്തണമെങ്കിൽ ഇതെല്ലാം പറഞ്ഞാലേ മതിയാവും.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അല്ലെങ്കിൽ മറ്റുള്ള കുറേ വീഡിയോസുകളിൽ നിങ്ങൾ ഒരാൾ പറയുന്നത് കേട്ട് പേടിച്ച് ഭയപ്പെട്ട് സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ എപ്പോഴും ഇങ്ങനെ പേടിച്ച് പേടിച്ച് ജീവിച്ചുകൊണ്ടേ ഇരിക്കേണ്ട അവസ്ഥ വരും. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ ആദ്യം മനസ്സിലാക്കുക. ചിന്തകളെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കുക. സ്വന്തം ശരീരത്തെയും സ്വഭാവത്തെയും ജീവിതത്തെയും ഇഷ്ടപ്പെടുക. അതങ്ങനെ എളുപ്പം നടക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അഫർമേഷൻ പറഞ്ഞ് നാവിനെ നല്ലതിന് മാത്രം ഉപയോഗിച്ചാൽ ചിന്തകളും നല്ലത് മാത്രമായി വരാൻ തുടങ്ങും. എപ്പോഴും നമ്മുടെ നല്ല കാര്യങ്ങൾ ചിന്തിച്ച് മൈൻഡ് പോസിറ്റീവ് ആക്കുക. അപ്പോൾ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ കരച്ചിൽ വരും. അത് സ്വാഭാവികം, നമ്മൾ കരയുക. പക്ഷേ നമ്മുടെ സൃഷ്ടാവിന് ഏറ്റവും ഇഷ്ടം എന്തിന് കരയുന്നതാണെന്നറിയോ? അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ചിന്തിച്ചിട്ട് നമ്മൾ അള്ളാഹുവിന് ഹംദ് പറഞ്ഞിട്ട് നമുക്ക് കരയാം. അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. അതുപോലെ നമ്മൾ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ പൊരുത്തപ്പെടിപ്പിച്ചിട്ട് റബ്ബിനോട് കരയാം. അതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. വിഷമങ്ങൾ ഓർത്തിട്ട് കരയുന്നത് അത്ര വല്ല നല്ല കാര്യമല്ല കേട്ടോ. അത് നമ്മുടെ കൂടുതൽ മനസ്സിനെയും ശരീരത്തെയും വല്ലാതെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. ഓക്കെ. അതുപോലെ നമ്മൾ നല്ലത് മാത്രം ചിന്തിച്ചിട്ട് നമ്മളെ മൈൻഡ് പോസിറ്റീവ് ആക്കാം. എല്ലാം നല്ലതിൽ അവസാനിക്കുന്നതായി വിഷ്വൽ ചെയ്യുക. ഇനി അപ്രതീക്ഷിതമായിട്ട് വല്ല ബുദ്ധിമുട്ടുകളും വന്നാൽ അത് സർവശക്തൻ വലിയൊരു നന്മ അതിൽ വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും സർവശക്തനിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. അത് കൂടുതൽ നമുക്ക് സമാധാനവും ശാന്തിയും നൽകും. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നമ്മുടെ നന്മകൾ, ഉയർച്ചകൾ, സന്തോഷങ്ങൾ ഇതൊക്കെ കിട്ടിയാൽ സ്വാഭാവികമായി അത് മറ്റുള്ളവർക്ക് നമ്മുടെ അസൂയ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നത് മൂലം അത് അവിടെ സംഭവിക്കുന്നു. പകരം ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരും എന്നെയും സ്നേഹിക്കുന്നു, ലോകം എത്ര സുന്ദരം, എല്ലാവരും നല്ലവരാണ് എന്ന് ബോധപൂർവം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. എന്നിട്ടും ചിന്ത മാറുന്നില്ല എങ്കിൽ നിങ്ങളെക്കാൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചവരെയും ഉയർച്ചയിൽ നിൽക്കുന്നവരെയും ചിന്തിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചെറുതായി തോന്നും. എപ്പോഴും നാം ഒരു മീഡിയം ഫ്രീക്വൻസിയിൽ സന്തോഷിക്കുക, ദുഃഖിക്കുക. കൂടുതൽ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കാതിരിക്കുക. സർവശക്തന് നന്ദി പറയുക. ജനങ്ങൾ എന്തു പറയും, ചിന്തിക്കും, അത് ഒഴിവാക്കുക. മറ്റുള്ളവർക്ക് എപ്പോഴും നല്ലത് മാത്രം വരാൻ പ്രാർത്ഥിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റുള്ളവർ നശിക്കണം എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. മറ്റുള്ളവരുടെ കുടുംബത്തിൽ നിങ്ങൾ ഒരിക്കലും ഇടപെട്ടിട്ട് അവിടെ കലഹങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. നമ്മൾ എന്താണോ മറ്റുള്ളവർക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത്, നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ അള്ളാഹു സന്തോഷിപ്പിക്കും. നമ്മൾ മറ്റുള്ളവരെ കരയിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വിഷമിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കർമ്മഫലം എന്ന് പറയുന്ന ഒരു സംഭവം വലിയൊരു സത്യമാണ്. നമ്മൾ എന്താണോ മറ്റുള്ളവർക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ പോലും ചിന്തിക്കാതെ, നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് തന്നെ വന്നു ചേരുക ചെയ്യും. അതൊരു വലിയ സത്യം തന്നെയാണ്. എപ്പോഴും ചിന്ത കൊണ്ട് നമ്മൾ സന്തോഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവനൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ അവരുടെ സന്തോഷത്തെ നമുക്കും സന്തോഷിക്കാൻ കഴിയണം. അല്ലെങ്കിൽ അതിനാണ് നമ്മൾ അസൂയ എന്ന രോഗം ആയി കണക്കാക്കുന്നത്. മറ്റുള്ളവന് കിട്ടിയ അനുഗ്രഹം എനിക്കില്ലല്ലോ എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം അവർക്കത് നൽകിയത് സൃഷ്ടാവാണ്. നിങ്ങൾക്കും അത് അർഹതപ്പെട്ടതാണ് എങ്കിൽ അത് നിങ്ങൾക്കും കിട്ടുക തന്നെ ചെയ്യും. ഉദാഹരണത്തിന് വീട് ആഗ്രഹിക്കുന്നവർ അത് കിട്ടിയാൽ എങ്ങനെയാണോ ജീവിക്കുക, അതുപോലെ അത് കിട്ടുന്നതിന് മുമ്പേ ഉള്ള സൗകര്യത്തിൽ ജീവിക്കുക, ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക. കിട്ടിയ അനുഗ്രഹത്തിൽ ഒരിക്കലും അഹങ്കരിക്കാതെ എല്ലാം സൃഷ്ടാവിൻ്റെ മേൽ സൃഷ്ടാവ് തന്നതാണെന്ന് ഭരമേൽപ്പിക്കുക. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിൽ. ഇനി കണ്ണേറിൻ്റെ ഒരു ചെറിയ വിശദീകരണത്തിലേക്ക് പോകാം. കണ്ണേറ് എന്നത് നമ്മുടെ നെഗറ്റീവ് ചിന്ത കാരണം ഉണ്ടാകുന്ന തോന്നലാണ്. അത്
ഒരു ഊഹം മാത്രമാണ്. ആർക്കും കൃത്യമായി കണ്ണേറാണോ നാവേറാണോ കൂടോത്രമാണോ എന്ന് പറയാൻ ആർക്കും കഴിയില്ല എന്ന സത്യം എല്ലാവരും മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തിൽ സാധാരണയിൽ വ്യത്യസ്തമായി ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക, ചെയ്യണമെന്ന് വിചാരിക്കുന്ന ജോലികൾ ചെയ്യാൻ കഴിയാതിരിക്കുക, എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉറക്കം വരിക, മനസ്സിന് ഒരു കാരണവുമില്ലാതെ സന്തോഷം കണ്ടെത്താൻ കഴിയാതിരിക്കുക, വെറുതെ കരച്ചിൽ വരിക, മരുന്ന് കഴിച്ചിട്ടും ചികിത്സിച്ചിട്ടും അസ്വസ്ഥതകൾ, ഇതൊക്കെയാണ് നെഗറ്റീവ് എനർജിയുടെ അടയാളങ്ങൾ. ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് കിടക്കാം. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് ഞാനൊരു മുസ്ലിമിൻ്റെ ആ ഒരു വിശദീകരണത്തിലേക്കാണ് പോകുന്നത്. അല്ലാത്തവർ നിങ്ങളുടേതായ കർമ്മങ്ങൾ ചെയ്യുക. ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് കിടക്കാം. മുസ്ലിമായൊരു മനുഷ്യനെ സംബന്ധിച്ച് ഖുർആനിൽ എല്ലാത്തിനും ഷിഫയാണ് എന്ന് വിശ്വാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കണ്ണേർ തട്ടിയപ്പോൾ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ് എന്നിവയാണ് ഓതി മന്ത്രിച്ചതെന്ന് പറയുന്നു. റസൂൽ എന്നാൽ എത്രയോ നന്മകൾ ആരെക്കാളും മുന്നിൽ അള്ളാഹു ഒരു പ്രകാശം പോലെ ജനങ്ങൾക്ക് വേണ്ടി തന്ന ഒരു നിധിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ള അത്രയും അനുഗ്രഹങ്ങളും നിയമത്തുകളൊന്നും നമുക്കില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കണ്ണേർ തട്ടിയപ്പോൾ, ആ നെഗറ്റീവ് എനർജി വന്നപ്പോൾ, രണ്ട് ഖുൽ അഊദു ബിറബ്ബി ഫലക്ക്, ഖുൽ അഊദു ബിറബ്ബി നാസ് എന്ന സൂറത്തുകൾ ഓതുമ്പോൾ തന്നെ ഓരോരോ കെട്ടുകളായി അതെല്ലാം നീങ്ങി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്ത നമുക്ക് സംഭവിച്ച കണ്ണേർ ഇത്രക്കൊന്നും പവർ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ എന്ത് ഓതി മന്ത്രിച്ചാലും അതിവേഗം തന്നെ അതിൻ്റേതായ ഒരു നിയമങ്ങളോടുകൂടി ഖുർആൻ ഓതി, നല്ല മനസ്സോടുകൂടി ഖുർആൻ ഓതി, അക്ഷരസ്ഫുടതയോടുകൂടി ഓതി നമ്മളതിനെ മന്ത്രിക്കുക. ഇനി ഖുർആൻ ഓതാനൊക്കെ ഇവിടെ ഇന്ന് ഒരുപാട് നമുക്ക് ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ വെറുതെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾ ഖുർആൻ ഓതാനൊന്നും പഠിക്കുന്നില്ല എങ്കിൽ നാളെ ആഖിറത്തിൽ എന്തായാലും അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. കാരണം ഇന്ന് എല്ലാവർക്കും ഫോണുണ്ട്. ഈ ഫോണ് നമ്മൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല എങ്കിൽ, മോശമായിട്ടുള്ള കുറേ റീൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇതിനൊക്കെ നമ്മൾ നാളെ മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യും. പിന്നെയുള്ള ഒരു കാര്യം, നമ്മളൊരു മുസ്ലിമാണ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ 5 നേരത്തെ നിസ്കാരം, സുബ്ഹ് നിസ്കാരം കളാവാതെ നിസ്കരിക്കുക, ഓരോ നിസ്കാരവും അതിൻ്റേതായ സമയത്ത് നിസ്കരിക്കുക, കള ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കള ആയാൽ തന്നെ ഒരുപാട് ശിക്ഷയുണ്ട് നമുക്ക്. അപ്പോൾ നിസ്കരിക്കാത്ത ആൾക്കാരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഒരു നിസ്കരിക്കാത്ത ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ അടുത്തൊരു നായയുടെ സ്ഥാനം പോലും ഇല്ല. അങ്ങനെയുള്ള ആൾക്കാർ ഇനി എന്തൊക്കെ സ്വലാത്തും ദിക്റൊക്കെ ചൊല്ലിയാലും നിസ്കാരം എന്നത് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടതാണ്. അതെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു കണ്ണേറും ഒരു സംഭവവും നമുക്ക് വേഗം നീക്കാൻ പറ്റുന്നതേ ഉണ്ടാവും. പിന്നെ ഇത് നമ്മൾ മന്ത്രിച്ചാൽ തന്നെ മാറുന്ന ഒന്നാണ് കണ്ണേർ. പക്ഷേ അതിനെ നമ്മൾ ചികിത്സിക്കാതിരിക്കുമ്പോഴാണ് കൂടുതൽ വഷളാവുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് വേഗത്തിൽ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാവുന്ന ചില സൂറത്തുകൾ ഞാനിവിടെ പറയാം. ഇത് തന്നെ നമുക്ക് നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും മാറ്റാൻ സഹായിക്കും. ഓക്കെ, സൂറത്തുൽ ഫാത്തിഹ 7 ഓതുക, ഇഖ്ലാസ് സൂറത്ത് 3, ഫലക് സൂറത്ത് 7, നാസ് സൂറത്ത് 7, ആയത്തുൽ കുർസി 7. അതുപോലെ തന്നെ 102-ാമത്തെ അൽ ബഖറ സൂറത്തിലെ 102-ാമത്തെ ആയത്ത് അത്തബഉ മാ തത്ലു ശയാത്തിൻ അലാ മൽക്കി സുലൈമാനു വമാ കഫറ സുലൈമാനു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു ആയത്ത്, അതും 7. പിന്നെ അൽ ബഖറയിലെ ലാസ്റ്റിലുള്ള നമ്മുടെ ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി, ആ ഒരു ആയത്ത് അത് അവസാനം വരെ ഓതുക 7 പ്രാവശ്യം.
പിന്നെ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ 7, പിന്നെ ആയത്തുൽ കുർസി 7, ഇന്ന സൂറത്തുൽ ഫീൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറയുന്ന സൂറത്ത് 7, പിന്നെ ഒരു യാസീൻ. ഈ സൂറത്തുകൾ ഓതിയിട്ട് നമ്മളൊരു കുപ്പിയിലോ അല്ലെങ്കിൽ വലിയൊരു പാത്രത്തിലോ വെള്ളത്തിൽ മന്ത്രിക്കുക. ശേഷം കുടിക്കുക. കുളിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഒഴിച്ചിട്ട് കുളിക്കുക. പിന്നെ നജസുള്ള ഭാഗത്ത് നിന്നിട്ട് കുളിക്കാതിരിക്കുക കേട്ടോ. എല്ലാത്തിനും ഇപ്പോൾ വേറെ വേറെ സൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ വീട് മുഴുവനായിട്ടത് കുടയുക. പിന്നെ താഴെ നമ്മൾ ചവിട്ടുന്ന സ്ഥലത്താവാതെ സൂക്ഷിക്കുക. അപ്പോൾ മനസ്സിൽ നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു നെഗറ്റീവ് ഒക്കെ പോകുന്നതും നല്ല സമാധാനത്തിലുള്ള സന്തോഷത്തിലുള്ള ജീവിതമായിട്ട് മാറുന്നതായിട്ട് നമ്മൾ അതോടെ വിഷ്വൽ ചെയ്യുക. വിഷ്വൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മളത് മനസ്സിൽ കാണാം. എല്ലാം മാറിപ്പോയി നല്ല സമാധാനത്തിൽ ജീവിക്കുന്നതായിട്ട് നമ്മൾ കാണാം. പിന്നെ ദിവസവും അൽബക്കറ സൂറത്ത് പാരായണം ചെയ്യണം കേട്ടോ. അൽബക്കറ സൂറത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സൂറത്ത് ഓതുന്ന സ്ഥലത്ത് പിശാചിൻ്റെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് ഓതാം. ഒരു ദിവസം ഒരു അൽബക്കറ ഓതാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ഓതാം. അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് ഒരു അൽബക്കറ സൂറത്ത് ഓതിയിട്ട് തീർക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ മറ്റു മതത്തിലുള്ള ആൾക്കാരും ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഗ്രന്ഥത്തിലുള്ള പരിഹാര മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക. ശേഷം എല്ലാം ക്ലിയർ ആവുന്നതായിട്ട് തന്നെ നിങ്ങൾ കാണാം. നിങ്ങളെ ബുദ്ധിമുട്ടൊക്കെ മാറി നിങ്ങളിപ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നത് തന്നെ നിങ്ങൾ വിഷ്വൽ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ വീഡിയോയെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേർക്കാം കേട്ടോ. എനിക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയത് മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ഒരാളുടെയും കാര്യങ്ങളല്ല ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. എൻ്റെ മാത്രം കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇത് കേൾക്കുന്നവർ ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കിത് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നാത്തത് എന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ അമർത്തിയാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സന്തോഷം എനിക്ക് തന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദുഃഖിക്കേണ്ട അവസ്ഥ വരാൻ ചാൻസ് ഇല്ല. നിങ്ങളൊരാളെ സന്തോഷിപ്പിച്ചാൽ സൃഷ്ടാവ് നിങ്ങളെയും സന്തോഷിപ്പിക്കുക തന്നെ ചെയ്യും. എല്ലാവരും സന്തോഷവും സമാധാനവും ആരോഗ്യവും സമ്പത്തും നിറഞ്ഞ ഐശ്വര്യമുള്ള ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വേറൊരു വിഷയവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഗ്ഫിറതുഹു ജന്നത്തുഹു.